ഡൽഹി സ്ഫോടനവുമായി ബന്ധപ്പെട്ട് അൽഫല യൂണിവേഴ്സിറ്റിയെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ കൂടുതൽ സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ. അൽഫല യൂണിവേഴ്സിറ്റിക്ക് അംഗീകാരമില്ല എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നതിന് പിന്നാലെ ഇ.ഡി. അന്വേഷണവും ഇ.ഡി. റഡാറിലുമാണ് അൽഫല യൂണിവേഴ്സിറ്റിയും ആ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിറങ്ങിയ സകല ഡോക്ടർമാരും. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അൽഫല യൂണിവേഴ്സിറ്റിയിലെ ഡോക്ടർമാരുണ്ട് എന്ന വിവരത്തെ തുടർന്ന് ഇപ്പോൾ NIA അടക്കം ഈ ഡോക്ടർമാരെ കർശനമായ നിരീക്ഷണത്തിന് വിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നതിനിടെ ഇപ്പോഴിതാ നമ്മുടെ സംസ്ഥാനത്ത്, അതായത് കേരളത്തിൽ അൽഫലയുടെ പ്രവർത്തനങ്ങൾ ഇപ്പോഴും വലിയ രീതിയിൽ നല്ലപോലെ നടക്കുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ് കേന്ദ്ര ഇൻ്റലിജൻസ് വിവരശേഖരണം നടത്തിയിരിക്കുന്നത്. കേരളത്തിലെ 3 ജില്ലകളിലാണ് അൽഫല ട്രസ്റ്റ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. അൽഫല ട്രസ്റ്റുകളെക്കുറിച്ച് വിവരശേഖരണം ആരംഭിച്ച് സംസ്ഥാന ഇൻ്റലിജൻസ് പ്രധാനമായും രംഗത്തുണ്ട്. തിരുവനന്തപുരം, പാലക്കാട്, കാസർഗോഡ് എന്നിങ്ങനെ 3 ജില്ലകളിലെ സ്ഥാപനങ്ങളെക്കുറിച്ചാണ് നിലവിൽ അന്വേഷണം നടക്കുന്നത്. രജിസ്ട്രേഷൻ അംഗങ്ങൾ, സാമ്പത്തിക ഉറവിടം എന്നിവയെല്ലാം പരിശോധിക്കുമെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. വിവിധ സംസ്ഥാനങ്ങളിലെ അൽഫല ട്രസ്റ്റുകളുടെ പശ്ചാത്തലം സംബന്ധിച്ച് കേന്ദ്ര ഇന്റലിജൻസ് അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. പിന്നാലെയാണ് സംസ്ഥാന ഇന്റലിജൻസും വിഷയത്തിൽ അന്വേഷണം നടത്തുന്നത്. ന്യൂഡൽഹിയിലെ ഓഖ്ല ആസ്ഥാനമായുള്ള അൽഫല ചാരിറ്റബിൾ ട്രസ്റ്റിന് കീഴിലാണ് ഫരീദാബാദിലെ അൽഫല യൂണിവേഴ്സിറ്റി പ്രവർത്തിക്കുന്നത്. ദക്ഷിണേന്ത്യയിലും നിരവധി അൽഫല ട്രസ്റ്റുകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ ഇതിനോടകം തന്നെ പുറത്തു വന്നതാണ്. ഈ ട്രസ്റ്റുകൾക്ക് കീഴിൽ പ്രധാനമായും മദ്രസകളും ഇസ്ലാമിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമാണ് പ്രവർത്തിക്കുന്നത്. ഇവയ്ക്ക് ഡൽഹിയിലെ ട്രസ്റ്റുമായുള്ള ബന്ധമാണ് കേന്ദ്ര ഇന്റലിജൻസ് പ്രധാനമായും അന്വേഷിക്കുന്നത്. ഇതിനിടെയാണ് കേരളത്തിലെ 3 സ്ഥാപനങ്ങളെക്കുറിച്ചും ഇപ്പോൾ വിവരങ്ങൾ പുറത്തു വരുന്നത്. വൈറ്റ് കോളർ ഭീകര മോഡ്യൂളിൻ്റെ ആസ്ഥാനമായാണ് ഹരിയാനയിലെ യൂണിവേഴ്സിറ്റി പ്രവർത്തിക്കുന്നതെന്ന് കേന്ദ്ര ഏജൻസികൾ കണ്ടെത്തിയിരുന്നു. ഡൽഹി ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട അറസ്റ്റിലായ ഡോക്ടർമാർ ഏതെങ്കിലും തരത്തിൽ യൂണിവേഴ്സിറ്റിയുമായി ബന്ധമുള്ളവരാണ് എന്നുള്ള റിപ്പോർട്ടുകളും ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.